ഹായ്, ഇന്നത്തെ പെയിൻറ്റ് ബക്കറ്റുകൾ, അതായത് കാലിയായിട്ടുള്ള പെയിൻറ്റ് ബക്കറ്റുകളാണ്. ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റ്, ഒരു 4 ലിറ്ററിൻ്റെ ബക്കറ്റ്, പിന്നെ ഒരു ചെറിയ PVC പൈപ്പിൻ്റെ 3 പീസുകൾ. ഇത് വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഐഡിയ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം ചെറിയ ബക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം മുതൽ അടിഭാഗം വരെ നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് എടുത്ത ഭാഗം നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അതായത് പഴയ രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ പുറം ഭാഗത്ത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. അപ്പോൾ പഴയ രൂപത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വലിയ ബക്കറ്റും അതേപോലെ തന്നെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മളൊരു കയർ ഉപയോഗിച്ചിട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കും. അപ്പോൾ അത് വലിയ ബക്കറ്റും കെട്ടിയതിന് ശേഷം നമ്മൾ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തു. വലിയ ബക്കറ്റിൻ്റെ ഉൾഭാഗം നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെയിൻറ്റിൻ്റെ ഒഴിഞ്ഞ ബക്കറ്റാണ്. അപ്പോൾ ഇത് 10 ലിറ്റർ ബക്കറ്റാണ്. ഇത് 4 ലിറ്റർ ബക്കറ്റാണ്. പിന്നെ നമ്മളിതാ 3 PVC പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു 30 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നമ്മൾ 3 പീസ് എടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. ഏതെങ്കിലും ഓയിൽ മതി, കരിഞ്ഞ ഓയിലോ എന്തെങ്കിലും ഓയിൽ മതി. ആ ഓയിലൊന്ന് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തൊന്ന് നമ്മൾ പുരട്ടിയെടുക്കുന്നു. വലിയ ബക്കറ്റിൻ്റെ ഉൾഭാഗത്തും അതേപോലെ തന്നെ ചെറിയ ബക്കറ്റിൻ്റെ പുറം ഭാഗത്തും നമ്മൾ ഓയിൽ പുരട്ടിയെടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എംസാൻഡാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറച്ച് കനത്തിൽ, ഒരു 2 ഇഞ്ച് കനത്തിൽ. ഒരു 2 ഇഞ്ച് കനത്തിൽ കൊടുത്ത് നമ്മളിതാ ഈ ബക്കറ്റിൻ്റെതാ ഈ ഭാഗം, ഈ മൂടി വരുന്ന ഈ ഭാഗം ഈ എംസാൻഡിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ നമ്മളിതാ അമർത്തി വെക്കുന്നുണ്ട്. കറക്റ്റ് നടുഭാഗത്താണ് നമ്മൾ ഇത് വെക്കുന്നത്. അടിഭാഗത്ത് നമ്മൾ കൊടുത്ത എംസാൻഡ് ഒരേ കനത്തിലായിരിക്കണം എല്ലാ ഭാഗത്തും. അതിന് വേണ്ടി നമ്മളിതാ ആ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കണം. ഇനി നമ്മൾ എംസാൻഡ് സിമെൻറ്റും എടുത്തിട്ടുണ്ട്. 3:1 എന്ന രീതിയിലാണ് എടുത്തത്. 3 കപ്പ് എംസാൻഡ് എടുത്തപ്പോൾ 1 കപ്പ് സിമെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിത് എടുത്തത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഈ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുത്തത്. നമുക്കിതിനുള്ളിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ബക്കറ്റിൽ ചെറിയൊരു ഭാഗം ഒഴിവ് വെച്ചതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് സിമെൻറ്റ് ഇതേപോലെ ഒഴിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ PVC പൈപ്പുകൾ, അതായത് 3 പീസ് പൈപ്പുകൾ നമുക്ക് 3 ഭാഗത്തായിട്ട് ഇതേപോലെ ഫിറ്റ് ചെയ്തു. അപ്പോൾ അത് PVC പൈപ്പുകൾ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി കുറച്ചൊരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു ഹോള് കൊടുക്കുന്നുണ്ട്. അതൊരു PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെയാണ് നമ്മൾ ഹോള് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ PVC പൈപ്പിനുള്ളിലേക്ക് സിമെൻറ്റ് നിറച്ച് കൊടുക്കണം. അപ്പോൾ സിമെൻറ്റ് കുഴമ്പ് രൂപത്തിൽ എടുത്തതിന് ശേഷം നമ്മൾ എല്ലാ പൈപ്പിനുള്ളിലേക്കും ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ അത് 3 പൈപ്പിനുള്ളിൽ നമ്മൾ സിമെൻറ്റ് നിറച്ചെടുത്തു. ഇനി 24 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. അപ്പോൾ അത് നമ്മുടെ കാലിൽ നമ്മൾ ഇതേപോലെ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വലിയ ബക്കറ്റിൻ്റെ കെട്ട് അഴിച്ച് മാറ്റാം. അതിനുശേഷം നമ്മൾ ഒട്ടിച്ച സെല്ലോ ടേപ്പൊക്കെ നമുക്ക് പൊളിച്ച് മാറ്റാം. അതിനുശേഷം പുറം ഭാഗത്ത് വെച്ച ഈ വലിയ ബക്കറ്റ് നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ആദ്യം നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത ഇതേപോലെ വിടർത്തിയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിത് ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് പുറം ഭാഗത്തെ ബക്കറ്റ് നമ്മൾ എടുത്ത് മാറ്റി.
ഇത് നമ്മൾ ആദ്യം കൊടുത്ത എംസാൻഡ്, അതായത് ബക്കറ്റിൻ്റെ അടിഭാഗത്ത് കൊടുത്ത ആ എംസാൻഡ് നമുക്ക് എടുത്തു മാറ്റാം. ഇതിന് മുകളിൽ നിന്നും നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ അത് മുകൾ ഭാഗത്തെ എംസാൻഡ് നമ്മൾ എടുത്തു മാറ്റി. ഇനി നമ്മൾ ഈ ഉൾഭാഗത്ത് വെച്ച ചെറിയ ബക്കറ്റ് നമ്മൾ ഇന്ന് എടുത്തു മാറ്റുന്നില്ല, ഒരു ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് സിമെൻറ്റ് നന്നായിട്ട് സെറ്റായിട്ടാണ് നമ്മൾ എടുത്തു മാറ്റുന്നത്. അപ്പോൾ അത് വീണ്ടും നമ്മൾ 24 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് ഉൾഭാഗത്തെ ബക്കറ്റ് എടുത്തു മാറ്റാം. അതും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഉള്ളോട്ട് ഇതേപോലെ അമർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് ബക്കറ്റ് പൊക്കിയെടുക്കും. അപ്പോൾ അത് ഉൾഭാഗത്തെ ബക്കറ്റ് നമ്മൾ എടുത്തു മാറ്റി. അപ്പോൾ അതാ നമ്മുടെ പോട്ട്, അതായത് നമ്മുടെ സ്റ്റാൻഡ് പോട്ട് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു 3-4 ദിവസം നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് പോട്ട് 3-4 ദിവസം നമ്മൾ നന്നായിട്ട് നനച്ചു. പിന്നീട് 2 ദിവസം നമ്മൾ ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഓരോരുത്തരുടെ ഭാവനക്കനുസരിച്ച് പെയിൻറ്റൊക്കെ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് ചെടി വെച്ച് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് പോട്ട്, അതായത് കാലുകളുള്ള ചെടിച്ചട്ടി, അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് നിർമ്മിച്ചെടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതേപോലുള്ള വ്യത്യസ്തമായ ചെടിച്ചട്ടികളൊക്കെ നിർമ്മിച്ചിട്ട് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ കൂടി കഴിയും. ആവശ്യക്കാർക്കൊക്കെ ഇതേപോലുള്ള ചെടിച്ചട്ടികൾ നിർമ്മിച്ച് വിറ്റാൽ നന്നായിട്ട് വിറ്റ് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടികളൊക്കെ വിൽപ്പനക്കും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള ചെടിച്ചട്ടി അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.